ഈ പ്രായം കളിച്ചു കിടക്കേണ്ട പ്രായം എല്ലാം അമ്മയ്ക്കും അനുജനും വേണ്ടി ഉപയോഗിക്കും. ഞാൻ അനുഭവിക്കാനുള്ളത് ഞാൻ അനുഭവിച്ചേ പറ്റൂ. പിന്നെ കിടക്കേണ്ടതായി വന്നിട്ടുണ്ടോ? എന്റെ മോന് എല്ലാ സിറ്റുവേഷനിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു. ഈ ജനിച്ചു വീണ ഞങ്ങളുടെ അടുത്ത് എന്തിനാണ് ഇങ്ങനെ ഈ ഒരു ദ്രോഹം കാണിക്കുന്നതെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നു. അപ്പൊ ആ സമയത്തേക്ക് പൈസ ഇല്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കൂട്ടുകാരോട് എല്ലാം മറച്ചു വെച്ചു? ജനിക്കുമ്പോഴും ഒറ്റയ്ക്ക്, മരിക്കുമ്പോഴും ഒറ്റയ്ക്ക്, അതിന്റെ ഇടയിൽ എന്തുകൊണ്ട് ജീവിക്കുമ്പോ ഒറ്റയ്ക്ക് ആയിക്കൂടാ? വളർത്താനൊന്നും നിവർത്തിയില്ലാത്ത സമയത്ത് അമ്മ ഗതികേട് കൊണ്ട് ജസ്റ്റ് ഡംപ് ചെയ്തിട്ട് പോയി. എല്ലാ ഇമോഷൻസ് ഒതുക്കിയല്ലേ ഞാൻ വെക്കുന്നത്. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഞാൻ അഭിനയിക്കുകയാണ്. നമസ്കാരം. നമ്മളൊക്കെ കുറേ ദിവസങ്ങളായി ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ആരുടെയും മനസ്സലിയിക്കുന്ന കാഴ്ചകളായിരുന്നു. പക്ഷെ ഒറ്റയ്ക്കല്ല, കേരളം ഒട്ടാകെ കൂടെ ഉണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ആ മോനെ തേടിയാണ് ഞാൻ എത്തിയത്. നിഖിലും അമ്മയും അനുജനുമാണ് ഇപ്പൊ എന്നോടൊപ്പം ഉള്ളത്. 3 പേർക്കും സ്വാഗതമുണ്ട്. നമസ്കാരം. ഒറ്റയ്ക്കല്ല, കേരളം കൂടെ ഉണ്ട് അല്ലേ? അങ്ങനെ തോന്നിയില്ലേ? പിന്നെ തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടെ ആരും ഇല്ലാതെ അനാഥയെ പോലെ കഴിഞ്ഞവരാണ് ഞങ്ങൾ 3 പേര്. ഒരു മനുഷ്യരോ ബന്ധുക്കളോ അല്ലെങ്കിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാണ്ട് അങ്ങനെ കഴിഞ്ഞ ആൾക്കാരാണ്. ഞാനൊരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി, അതായത് ആരും ഇല്ല, ഇങ്ങനെ ഒറ്റയ്ക്കാണ് എന്ന് പറയുമ്പോൾ ആ ഒരു തോന്നലെ എന്നിൽ നിന്ന് മാറ്റി തന്നു. അത് തീർച്ചയായിട്ടും ഈ കേരളത്തിലുള്ളവരും വെളിയിലുള്ളവരും എല്ലാവരും തന്നെ. അതിന് അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാണ്. ഒരുപാട് സന്തോഷം. നിഖിലെ എങ്ങനെ ഇങ്ങനെ ആകാൻ കഴിഞ്ഞു? നിഖിലെ എല്ലാം ദൈവത്തിന്റെ കയ്യിൽ. കാരണം ഒന്നും എൻ്റെ കയ്യിലല്ല. ഇതൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് പോകുന്ന അതിനെനിക്ക് ഉള്ള കരുത്ത് തരുന്നത് ദൈവം തന്നെയാണ്. തീർച്ചയായിട്ടും അതിന് ദൈവത്തോട് വേണം സത്യം പറഞ്ഞാൽ നന്ദി പറയാൻ. അതിന് എനിക്കറിയില്ല ഇവരെ എങ്ങനെയാണ് പോകുന്നതെന്ന് ദൈവത്തിന് മാത്രം അറിയാം. രോഗിയായ ഒരു അമ്മ, അസുഖമുള്ള ഒരു അനുജൻ, രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പുലർച്ചെത്ത് ആഹാരം ഉണ്ടാക്കുന്നു. ഉച്ചയ്ക്ക് പോകുമ്പോൾ ഉച്ചയ്ക്ക് തിരിച്ചു വന്നതിൽ ടെൻഷൻ, ഇവർ കഴിച്ചോ എന്നുള്ള ടെൻഷൻ. വൈകുന്നേരം വരുന്നു, വീണ്ടും കിച്ചണിലേക്ക് കയറുന്നു. ഈ പ്രായം കളിച്ചു കിടക്കേണ്ട പ്രായം അല്ലെ? എല്ലാം അമ്മയ്ക്കും അനുജനും വേണ്ടി ഉപേക്ഷിച്ചു അല്ലെ? എത്ര നാളായി? അച്ഛൻ മരിച്ച കാലം തൊട്ട്, അതായത് 2015-16 ആ സമയമായപ്പം തൊട്ടേ തുടങ്ങിയത്. അന്ന് തൊട്ട് ഇപ്പൊ വരെ. ഇപ്പൊ ഞാനൊന്ന് ഫ്രീ ആണ്. പക്ഷെ അതിന് മുൻപ് വരെ. അന്ന് എത്ര വയസ്സ്? 2015 എന്ന് പറയുമ്പോൾ എനിക്ക് 9 വയസ്സ്. 9 വയസ്സിൽ കുടുംബഭാരം എടുത്ത ഒരു കുടുംബനാഥൻ അല്ലേ? അമ്മേ, ഇതിലൊക്കെ ഉള്ള ഒരു ഭാഗ്യമുള്ള മകനുണ്ടാവോ? ആ കണക്കിന് നോക്കുമ്പോ എന്നാൽ ഇതിൽ കൂടുതൽ കഷ്ടപ്പാട് അനുഭവിച്ചൊരു മക്കള് വേറെ അമ്മയ്ക്ക് ഉണ്ടാവുമോ? രണ്ടും ഒരേ ചോദ്യമാണ്. അതെ, ഞാൻ വളരെ അഭിമാനം കൊള്ളുക ഇങ്ങനെ ഒരു മകനെ എനിക്ക് ദൈവം തന്നേന്. കാരണം എനിക്കൊരു മകനുണ്ടായിരുന്നു. ആ മകന്റെ പേര് മരിച്ചു പോയായിരുന്നു. ആ മകനെ 3 മക്കളായിരുന്നു. അല്ല, അതായത് അമ്മയുടെ ഞങ്ങളുടെ 2ാമത്തെ കല്യാണത്തിൽ നിന്നാണ് ഞങ്ങൾ ഉണ്ടായത്. ഫസ്റ്റ് ഒരു കല്യാണം, അതിലൊരു മോൻ ഉണ്ടായിരുന്നു, മരിച്ചു. ആ ആളുടെ പേരാണ് എനിക്ക് ഇട്ടേക്കുന്നതെന്നാണ് പറഞ്ഞത്. ഈ മോൻ ഇട്ടേക്കുന്നത് നിഖിൽ. ആ നിഖിൽ എന്റെ കയ്യിൽ നിന്ന് പോയപ്പം ഈ നിഖിലിനെ ഞാൻ പേരിട്ടു. ആ നിഖിൽ എങ്ങും പോയിട്ടില്ല. ആ നിഖിലും ഈ നിഖിലും ഒന്നാണ്, ഹൃദയം കൊണ്ടും സ്നേഹം കൊണ്ടും. അതെ അല്ലേ? അതെ. ഞാൻ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന മോനായിരുന്നു മരിച്ചുപോയ മോന്. അപ്പൊ ആ പ്രതീക്ഷകളെല്ലാം 7.5 വയസ്സില് ഒരു കാർ ആക്സിഡന്റിലായിരുന്നു. ആ മകനിലെ കൂടെ കാണുന്നതെല്ലാം ഞാനിപ്പോ ഈ നിഖിലിലെ കൂടെ കാണുക. ഞാൻ വളരെ അഭിമാനം തോന്നുന്നു. കാരണം ഇതൊന്നും പ്രതീക്ഷിച്ച കാര്യങ്ങളല്ലല്ലോ. ഒരു നിമിത്തം പോലെ ആ സ്കൂളിൽ വന്ന് News 18 എടുത്ത ഒരു വീഡിയോ ഇത്ര വൈറലായി, ഇത്ര ആൾക്കാർ നമ്മളെ സ്വീകരിച്ചു, കൈ നീട്ടി സ്വീകരിച്ചു. മനസാക്ഷി മരവിക്കാത്ത ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ, മലയാളികൾ. അതിന്റെ തെളിവാണ് ആ ഒറ്റ വാർത്തയ്ക്ക് പിന്നിൽ ഇവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചല്ലേ? അതെ. നമ്മളെ തള്ളിപ്പറയുന്ന ബന്ധുക്കളുണ്ടാകാം, നമ്മളെ തള്ളിപ്പറയുന്ന സുഹൃത്തുക്കളുണ്ടാവും, പക്ഷെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഒത്തിരി ഉണ്ട്. ഇപ്പൊ തിരിച്ചറിഞ്ഞില്ലേ? തീർച്ചയായിട്ടും ഒരുപാട് പേര്, ഒത്തിരി പേര് വിളിക്കും. ആ സ്നേഹം മതി ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട്. നിങ്ങൾ ഈ അമ്മ പറഞ്ഞതുപോലെ അമ്മയുടെ ആദ്യം മോൻ മരിച്ചു, നിഖിൽ. ഒത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്ന മകൻ മരിച്ചു, അതേ പേര് നിഖിൽ എന്ന് ഇട്ട് വിളിച്ചു. ഞാൻ അതാ പറഞ്ഞ, ആ മോനെങ്ങും മരിച്ചിട്ടില്ല, കൂടെ ഉണ്ട്. ഈ കൈ
മരിച്ച നിഖിലിന്റെയാണ്, ഇടയ്ക്ക് ഇപ്പോഴത്തെ നിഖിലിന്റെയാണ്. അതെ. ആ രീതിക്കാണ് നിഖില് ഇവിടെ ജീവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റുവോ? ഇല്ല, ഒരിക്കലും ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, അതിനെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പക്ഷെ ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ടോ നിഖിലെ ജീവിതത്തില്? ഒരുപാട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു വലിയ സൂപ്പർ ഹ്യൂമൻ ആണെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ മനുഷ്യരെ പോലെ തന്നെ എനിക്കും ഉണ്ട് ഇമോഷൻസ്. ഞാനത് കാണിച്ചിട്ടുമുണ്ട്, ദേഷ്യം, സങ്കടം, പല രീതിക്കും. അതെല്ലാം കാണിച്ച് പിന്നെ എനിക്ക് മനസ്സിലായി അതിലൊരു അർത്ഥമില്ല. കാരണം ഞാൻ അനുഭവിക്കാനുള്ളത് ഞാൻ അനുഭവിച്ചേ പറ്റൂ എന്ന് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ അതെനിക്കൊരു ഡെയിലി റുട്ടീൻ എന്ന് പറയുന്ന പോലെ ഒരു ശീലമായി. പിന്നെ ഇതെല്ലാം ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതി വന്നപ്പോ ചെയ്യുന്നു. രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും? ഞാനൊരു 4-5 മണി ആകുമ്പോൾ എണീക്കും. 5 മണിക്ക് എഴുന്നേറ്റ് റൊട്ടീൻ എങ്ങനെയാണ്? പ്രാർത്ഥിക്കും, അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് പഠിക്കും. കുറച്ചു നേരം സമയം കിട്ടൂല. അത് കഴിഞ്ഞ് ഒരു 6:30 ഒക്കെ ആകുമ്പോൾ ഒന്ന് ഡ്രസ് ചെയ്യാൻ വേണ്ടി യൂണിഫോം ഒക്കെ ഇട്ട് 7:30 ആകുമ്പോൾ ബസ് വരും, ഇറങ്ങും. പിന്നെ സ്കൂളിൽ പോയിട്ട് പിന്നെ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആവും എത്തും. ചിലപ്പോ ഇവര് അപ്പോഴൊന്നും ഫുഡ് കഴിക്കത്തില്ല. ഞാൻ വരാണ്ട് ഫുഡ് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ പിന്നെ വെളിയിൽ നിന്നായിരിക്കും കൂടുതലും നമ്മള് വാങ്ങിക്കാറ്. അപ്പം അങ്ങനെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് വല്ലതും വെളിയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. ചിലപ്പോ ഒന്നും അമ്മയും കഴിക്കത്തില്ല, പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മയും ഒന്നും കഴിക്കത്തില്ല, ഞങ്ങൾക്ക് മാത്രമാണ് തരുന്നത്. ചില ദിവസങ്ങളൊന്നും എനിക്കും കഴിക്കാൻ തോന്നത്തില്ല. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുള്ളൊരു അവസ്ഥയായിരുന്നു. അപ്പൊ ആ സമയത്തേക്ക് പൈസ ഇല്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കൂട്ടുകാരോട് എല്ലാം മറച്ചു വെച്ചു? അങ്ങനെ ഇപ്പം എനിക്ക് എന്റെ വിഷമങ്ങൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ വിശ്വസിക്കുന്നത് എന്താന്ന് വെച്ചാല് അത് എന്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പറഞ്ഞിട്ട് അർത്ഥമില്ല, ഒരാളോടും പറഞ്ഞിട്ട് ഒരു അർത്ഥമില്ല. ഇനിയും പറഞ്ഞാലും എന്താണ് അതിലൊരു ഒരു ഗുണമില്ല. അവര് കേൾക്കും. വേറെ അതിന് കൂടുതൽ പ്രത്യേകിച്ച് ഒരു എന്താ പറയാ ഒന്നും അങ്ങനെ സപ്പോർട്ട് തരാനോ അങ്ങനെ ഒരു മനുഷ്യരും കൂടെ നിൽക്കില്ല. അതിപ്പോ എത്ര ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലും കൂടെ നിൽക്കില്ല. അതുകൊണ്ട് എനിക്ക് പറയണ്ടെന്ന് തോന്നിയോണ്ട് ഞാൻ പറയാണ്ട് എന്റെ ഉള്ളിൽ തന്നെ വെച്ചു. സ്കൂളിൽ നിന്ന് വൈകിട്ട് വന്നിട്ട് പിന്നെ ഇരുന്ന് എന്തെങ്കിലും പറ്റുമെങ്കിൽ കുറച്ചു നേരം ഇരുന്ന് പഠിക്കും. അങ്ങനെ ടൈം കിട്ടുവാണെങ്കിൽ പഠിക്കും. പിന്നെ ബാക്കി ഇവനെ നോക്കണം, പിന്നെ ഫുഡ് കഴിക്കണം, പിന്നെ പോയി കിടന്നു പോകണം. ഒരു സ്ഥലത്തേക്കും പോകില്ല, ഇവിടെ തന്നെ അടച്ചിട്ടിരിക്കുകയാണ് ഇവർക്ക് വേണ്ടി. ഈ ഞാനിപ്പോ കുറെ ഇന്റർവ്യൂസ് കണ്ടു കേട്ടോ. ഇന്റർവ്യൂസിലൊക്കെ കുറെ രസകരമായ മുഹൂർത്തങ്ങളുണ്ട്, കണ്ണ് നനയിക്കുന്ന മുഹൂർത്തങ്ങൾ. എനിക്ക് രസകരമായ ഒരു മുഹൂർത്തം പൂർണ്ണമായിട്ട് എനിക്ക് ശ്രീകണ്ഠ സാറിന്റെ ഷോയിൽ എനിക്ക് പൂർണ്ണമായിട്ട് കാണാൻ പറ്റാത്ത 2 മുഹൂർത്തങ്ങൾ. അത് ചോദിച്ചോട്ടെ? പ്രണയിച്ച കുട്ടി ഇതെല്ലാം അറിയുന്നുണ്ടോ? അറിയാം. ആള് അറിഞ്ഞപ്പോ ഒരുപാട് സന്തോഷം. കാര്യം ആൾക്കും ഇതൊന്നും അറിയില്ല. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ആരെടുത്ത്. ഒരു മനുഷ്യർക്കും അറിയില്ല. ഇപ്പൊ അമ്മയുടെ ബന്ധത്തിൽപ്പെട്ടവരാണെങ്കിലും ഇപ്പൊ അമ്മയുടെ ഫ്രണ്ട്സ് ആണെങ്കിലും അമ്മേനെ ഏറ്റവും മുമ്പ് അറിയുന്ന സ്കൂൾ ഫ്രണ്ട്സ്, അവർക്കൊന്നും ഇത് അറിയില്ല. അവരെല്ലാരും വാർത്ത കണ്ടപ്പോഴാണ് അറിയുന്നത് അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു രോഗമുണ്ട്, ബുദ്ധിമുട്ടാണ് ഇതൊക്കെ അറിയുന്നത്. അപ്പം പിന്നെ ഇത് അറിഞ്ഞവര് പോലും ഞങ്ങളെ സഹായിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് സത്യം. പിന്നെ അതിൽ ഏറ്റവും വലിയ എക്സാമ്പിള് നമ്മുടെ ബന്ധുക്കൾ. ഒബ്വിയസ്ലി അവരെ തന്നെ പറയാം. ഇപ്പൊ വിളിക്കണൊക്കെ ഉണ്ട് ബന്ധുക്കള്? ഒരു വിളിയില്ല, ഇപ്പോഴും ഇല്ല. അല്ല, നമ്മൾ ഇങ്ങനെയൊക്കെ ആയപ്പോ സഹായം കിട്ടിയെന്ന് പറഞ്ഞപ്പോഴേ എന്തെങ്കിലും പറ്റാന്ന് ഓർത്തിട്ട് ഒന്നുമില്ല. ഇപ്പൊ അച്ഛന്റെ സൈഡിൽ നിന്നും യാതൊരു കാര്യം ഞങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങളുടെ സ്വത്തുക്കൾ ഞങ്ങൾക്ക് കിട്ടേണ്ട ഷെയർ ഒന്നും ഇതുവരെ തന്നിട്ടില്ല. ഈ ഒരു അവസ്ഥ ഇരുന്നിട്ട് പോലും വെറും ഒരു മതത്തിന്റെ പേരില് ഞങ്ങളോടൊരു ബന്ധവുമില്ല. വെറും മതം. എന്റെ അമ്മ ക്രിസ്ത്യാനിയാണ്, എന്റെ അച്ഛൻ ഇന്റർ റിലീജിയൻ മാരേജ് ആയിരുന്നു. വെറും ഒരു മതത്തിന്റെ പേരില് ഞങ്ങളെ വേണ്ട എന്ന് വെച്ചതാണ് അവര്. ഇപ്പൊ അമ്മയുടെ സൈഡാണെങ്കിലും അച്ഛന്റെ സൈഡാണെങ്കിലും. അച്ഛന്റെ സൈഡ് ഒരു രീതിക്കും മറ്റവര് വിളിക്കുന്നെങ്കിലും ഉണ്ടായിരുന്നു. ഇത് ഒരു രീതിക്കും ബന്ധം ഇപ്പോഴും ഇല്ല. അവര് വട്ടിയൂർക്കാവിലൊക്കെ വലിയ സ്ഥലമൊക്കെ വെച്ച് വീടൊക്കെ വെച്ച് സുഖമായിട്ട് അവര് ജീവിക്കുന്നുണ്ട്. ഇപ്പൊ വട്ടിയൂർക്കാവിലാണ് അവരുടെ വീട്, അവര് ജീവിക്കുന്നത്. അച്ഛൻ മരിച്ചതിന് ശേഷം ഇന്നേ വരെ ഞങ്ങളെ ഒരു രീതിക്കും ഞങ്ങളെന്താണ് തെറ്റ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്താണ് അത്, എന്ത് ലോജിക്കാണ് അതിലുള്ളത്? ഈ ജനിച്ചു വീണ ഞങ്ങളുടെ അടുത്ത് എന്തിനാണ് ഇങ്ങനെ ഈ ഒരു ദ്രോഹം കാണിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്ത് ലോജിക്കാണെന്ന് അവർക്ക് മാത്രം അറിയാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അവരുടെ അടുത്ത് ദേഷ്യമൊന്നുമില്ല. എവിടെയാണെങ്കിലും അവര് നന്നായി ഇരിക്കട്ടെ, അത്രേ ഉള്ളൂ എനിക്ക് പറയാം. ഫോണില്ലേ? ഇല്ല, എനിക്കില്ല. അപ്പം ശ്രീകണ്ഠൻ സാറിന്റെ ഷോയിൽ നിന്ന് കിട്ടിയ പൈസക്ക് ഫോൺ മേടിക്കുന്ന ഞാൻ അന്ന് പറഞ്ഞല്ലോ, എന്റെ ഏറ്റവും വലിയ ഒരു ഫോൺ മേടിക്കാം. ഫോൺ മേടിച്ചില്ലേ? ഇല്ല. എന്താണ് അത് പൈസ കിട്ടിയില്ല. അത്
3 ആ, months അതിനൊരു കഴിഞ്ഞിട്ട് അതിനൊരു താമസം ഉണ്ടല്ലേ? താമസം. അപ്പൊ ഒരു ഫോൺ അർജന്റ് ആയിട്ട് വേണം അല്ലെ? അത് ഇതിനല്ല, ഇതിന് മാത്രല്ല, വിളിക്കാൻ ഞാൻ അതിനകത്ത് പറഞ്ഞില്ലല്ലോ. അതിനല്ല, വേറെ ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തില് പല ആവശ്യമുണ്ടല്ലോ ഫോൺ അല്ലെ? അപ്പൊ ഒരു ഫോൺ അർജന്റ് ആയിട്ട് വേണം. ഐഫോണിലേക്കൊക്കെയാണ് താല്പര്യം അല്ലെ? പഠിക്കുകയും ചെയ്യാം. എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഇഷ്ടമാണ്. എഡിറ്റിംഗും പിന്നെ ഗെയിമിങ് അതിനൊക്കെ. അത് ഞാൻ ശ്രീനിവാസ് സാറിന്റെ ഷോയിൽ പറയുന്നത് കേട്ടിരുന്നു. അപ്പൊ അവിടെ നിന്ന് പൈസ കിട്ടാതെ താമസം കൊണ്ട് ഫോണൊന്നും ഇല്ല അല്ലെ? നമുക്ക് നോക്കാം ആരെങ്കിലും തരുമോ എന്നൊക്കെ നമ്മുടെ ഇന്റർവ്യൂ കണ്ടിട്ട്. ആ പൈസ വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാമല്ലോ അല്ലെ? തീർച്ചയായിട്ടും അല്ലെ? ആ പൈസ വേറെ എന്തിനാ? അമ്മ അവിടെ പറഞ്ഞത് എനിക്ക് തോന്നുന്നുണ്ട്. ആ പൈസ എന്താന്ന് ചോദിച്ചാൽ അമ്മ പറഞ്ഞു ഫോൺ ഇഷ്ടമുള്ളതെന്നാ പറഞ്ഞു. അമ്മ പറഞ്ഞു അല്ല, അമ്മ പറഞ്ഞു എനിക്ക് ഗുളിക മേടിക്കാൻ വേണമെന്നല്ല പറഞ്ഞത്. അതെ, ഞാനങ്ങനെ ഒന്നും ചോദിക്കാറില്ല. ആ ഒരു ഇതിലാണ് അമ്മ അങ്ങനെ പറഞ്ഞത്. ഞാൻ വീട്ടില് ഒന്നും സാധനം ഒന്നും വേണമെന്നോ അങ്ങനെയൊന്നും ഞാൻ ചോദിക്കാറ്. സ്വന്തമായിട്ട് ഒരു സൈക്കിൾ പോലും വേണമെന്ന് ആഗ്രഹമില്ല. സൈക്കിൾ ഓട്ടിക്കാൻ അറിയില്ല, എനിക്ക് അറിയില്ല. പിന്നെ ഞാൻ ചോദിച്ചിട്ട് കാര്യമില്ല. സൈക്കിൾ ഓട്ടിക്കാനൊന്നും എനിക്ക് അറിയില്ല. ഇപ്പൊ ഒരു മൊബൈലാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പത്തെ എല്ലാരും നല്ല ഫോൺ കൊണ്ട് നടക്കുന്നു അല്ലെ? സ്കൂളിൽ പോകുമ്പോൾ നല്ല യൂണിഫോം ഇട്ട് ഒരു ടെൻഷനും ഇല്ലാതെ നടക്കുന്നു. നോക്കുമ്പോ നല്ല ഹൈ ക്ലാസ്. ദുഃഖങ്ങൾ ആരും അറിഞ്ഞില്ലായിരുന്നു അല്ലെ? ഇത്രയും കൂട്ടുകാരൊക്കെ അറിഞ്ഞിട്ട് ഈ ഫോൺ വേണമെന്ന് പറഞ്ഞിട്ട് ആരും കൊണ്ടു കൊടുക്കാത്ത കഷ്ടമാണല്ലോ. സഹായമാണല്ലോ എപ്പോഴും വേണ്ടത്. നിസാരൊരു ഫോണാണ് ആവശ്യപ്പെട്ടത്. അല്ല, നമ്മളിപ്പോ ഓപ്പൺ ആയിട്ട് പറഞ്ഞ കാര്യം ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇപ്പൊ എന്റെ അടുത്തും പറഞ്ഞു. എല്ലാരും പലതരത്തിലാണല്ലോ മനുഷ്യര്. എല്ലാരും ഉൾക്കൊള്ളണവർ ഉൾക്കൊള്ളില്ലാത്തവരില്ല. അങ്ങനെ അവര് വേണമെങ്കിൽ അങ്ങനെ ഞാൻ അത് പ്രതീക്ഷിച്ചോണ്ടൊന്നും ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ആരെയും. നമ്മള് ഗെയിം കളിച്ച് ജയിച്ചു, അതിന്റെ പൈസ കിട്ടുമ്പോൾ ഫോൺ മേടിക്കുന്നു പറഞ്ഞു. പൈസ കിട്ടാൻ താമസം കൊണ്ട് ഇപ്പോഴും ഫോണില്ല അല്ലേ? അതിന്റെ ഒരു സങ്കടമുണ്ട്. നമുക്ക് നോക്കാം. അമ്മയെ നോക്കുന്ന ഒരു ഭാര്യയെ വേണമെന്നാണ് പറഞ്ഞത് അല്ലെ? സോറി രണ്ടുപേര്. അപ്പൊ അങ്ങനെ ഒരു പെൺകുട്ടിയായിട്ട് മനസ്സിൽ സങ്കല്പിച്ച ഒരു പെൺകുട്ടിയാണ് അല്ലെ? ആള് പറയുന്നുണ്ട് ഇങ്ങനെ നോക്കാന്നൊക്കെ പറയുന്നു. പക്ഷെ നമുക്ക് അറിയില്ലല്ലോ, എല്ലാവരുടെയും വാക്കങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ആരുടെയാണെങ്കിൽ. ഒരിക്കലും പറ്റില്ല. നമുക്ക് അവരുടെ ഉള്ളിൽ കയറി പരിശോധിക്കാൻ പറ്റുമല്ലോ. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ആരുടെയും വാക്ക് കണ്ണടച്ച് വിശ്വസിക്കാറില്ല. ആദ്യമൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു. പക്ഷെ എന്റെ എക്സ്പീരിയൻസ് പിന്നെ എന്നെ അത് പഠിപ്പിച്ചു. അങ്ങനെ എനിക്ക് അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. കള്ളമൊക്കെ പറഞ്ഞ് നമ്മളെ ചതിക്കാനൊക്കെ ബാക്കിൽ നിന്ന് കുത്തുന്ന പരിപാടി ഉണ്ടല്ലോ. സ്നേഹം, ദൈവം സ്നേഹമല്ലേ? അതെ അതെ, ഗോഡ് ഇസ് ലവ്. യെസ്. അല്ല, ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ ഞാൻ ഇന്റർവ്യൂ കണ്ടല്ലോ, അച്ഛന്റെ ഒരു മരണശേഷം അല്ലെ, ഗൾഫിലായിരുന്നു നിങ്ങള്, അജ്മാൻ അല്ലല്ലോ, ഷാർജയിലായിരുന്നു. അവിടെയാണ് ജനിച്ചതൊക്കെ, ജനിച്ചു വളർന്നത് അവിടെയൊക്കെയാ. നല്ല ലൈഫ് ദുബായിൽ അച്ഛനുള്ളപ്പോൾ. അച്ഛന്റെ മരണശേഷം കഴിഞ്ഞ ദിവസം അമ്മ പറഞ്ഞു കേട്ടു, അവിടുന്ന് ബോഡി കയറ്റി വിടുമ്പോ കൂടെ വരാൻ പോലും ഒരാൾ ഇല്ലായിരുന്നു, ഒരു മനുഷ്യരില്ല അല്ലേ? ഈ പറയുന്ന ബന്ധുക്കൾ ആരും ഇല്ല. എല്ലാരും അവിടെ ബോഡി അവിടെ കൊണ്ടുപോയ സമയത്ത് എല്ലാരും കണ്ടു, അല്ലാണ്ട് കൂടെ അക്കമ്പനി ചെയ്യാൻ പോലും ഒരാൾ പോലും വന്നില്ല. ഇങ്ങനെ എന്തോ മറ്റൊരു സാധനം, മറ്റേ ആമസോണിൽ സാധനം പറയത്തില്ല, അതുപോലെ എന്തോ പറഞ്ഞു ഇവിടെ വെച്ചിട്ട് അങ്ങ് പോയി. അങ്ങനെ ഒരു രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി ആരും എടുത്തില്ല. അച്ഛൻ മരിക്കുമ്പോൾ നിഖിലിന് എനിക്ക് 9 വയസ്സല്ലേ? വലിയ കാര്യങ്ങളൊന്നും പ്രാപ്തിയില്ല. ഒരു മരണം അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രായമല്ല. അല്ല, എനിക്കിത് മരണമാണെന്ന് പോലും അറിയില്ല. മരണം ഉൾക്കൊള്ളാനെന്നല്ല, മരണമെന്ന് പോലും അറിയില്ല. ഞാൻ കിടന്ന് ഉറങ്ങുമെന്നാ കരുതിയത്. മരണമെന്ന് അറിയില്ല എനിക്ക്. അത് പിന്നീട് അറിഞ്ഞപ്പോഴാണ് പിന്നെ ഞാനൊരു ഇങ്ങനെ, എനിക്കറിയില്ല, അമ്മ ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഞാനൊരു 8-10 മാസം ഡിപ്രഷനായിട്ട് കിടന്നു. എനിക്കത് ഓർമ്മയില്ല. അമ്മ അത് പറയുന്നത് അമ്മയോട് ചോദിക്കുമ്പോ അറിയാം. അവനെ ആരോട് വലിയ അറ്റാച്ച്ഡ് ആയിരുന്നു. ഞാൻ വിനു എന്നാ വിളിക്കുന്ന ഹസ്ബൻഡിനെ. അവൻ അച്ഛനും നല്ല വിളിക്കുന്നത്. ഞാൻ വിളിക്കുന്ന പോലെ വിനു എന്നാ വിളിക്കുന്നത്. നിഖിലും വിളിക്കുന്ന വിനു എന്നാ. അപ്പം ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു, ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പം ഈ മരണം, ഇവൻ അങ്ങ് ഡിപ്രഷനിലോട്ട് ഒരു 8 മാസത്തോളം എന്നുവെച്ചാൽ സംസാരിക്കത്തില്ല. സ്കൂളിൽ അവൻ്റെ ഒരു ടീച്ചറുണ്ട്, ആ ടീച്ചറിൻ്റെ അടുത്ത് പോയി സംസാരിക്കും. പിന്നെ വീട്ടിലൊരു, അപ്പം എനിക്ക് പേടിയായിപ്പോയി. കാരണം ഇവൻ കരയുന്ന ഒരു ക്യാരക്ടർ അല്ല, കരയത്തില്ല ഒന്നിനും. ഇപ്പോഴും ഞാൻ അവനെ കരഞ്ഞ് കണ്ടിട്ടേ ഇല്ല, കരയത്തില്ല. അപ്പം അവൻ എപ്പോഴും മിണ്ടാതിരിക്കും ഇങ്ങനെ. അതിൽ നിന്ന് പ്രിൻസിപ്പൽ ഡാഫ്നെ മാമും ടീച്ചേഴ്സും ലക്കോൾ ചെമ്പകയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നായിരുന്നു. പക്ഷേ അവിടുത്തെ പ്രിൻസിപ്പലും ടീച്ചേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ് അവൻ അതിനകത്ത് നിന്ന് ഓവർകം ചെയ്യാൻ പറ്റിയത്. അവർ ഒരുപാട് കെയർ ചെയ്തു. കാരണം കുഞ്ഞല്ലേ, ഒത്തിരി കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരോടും ഈ സമയത്ത് ഞാൻ നന്ദി പറയാം. കാരണം അതിനകത്തുനിന്ന് ഒരു 8 മാസത്തോളം എടുത്തു അവൻ പുറത്ത് വരാനായിട്ട് അതിനകത്തുനിന്ന്. പിന്നെ അവനോട് ദേഷ്യമായിരുന്നു. എൻ്റെ അപ്പൂൻ്റെ അടുത്തൊക്കെ
കാരണം ഞാൻ അവന് ഇച്ചിരി കരുതൽ കൂടുതലാണ് അപ്പൂൻ്റെ അടുത്ത്. വയ്യാത്ത കുട്ടി എന്നത്. വയ്യാത്ത കുട്ടിയായിരുന്നു. അപ്പൊ അവന് അത് മനസ്സിലാക്കാനുള്ള പ്രായമല്ലായിരുന്നു. അവൻ ടീച്ചേഴ്സിന്റെ അടുത്ത് ചെന്ന് പറയുമായിരുന്നു. അവനൊരു ആശാ മാം എന്ന് പറഞ്ഞിട്ട് ഒരു മാം ഉണ്ടായിരുന്നു. പുള്ളിക്കാരി എടുത്ത് ചെന്ന് എപ്പോഴും വിഷമങ്ങൾ പറയും. അമ്മ എന്നെ സ്നേഹിക്കുന്നില്ല, അപ്പുനെയാ സ്നേഹിക്കുന്നതെന്നൊക്കെ പറയും. അപ്പൊ അവനൊരു ഒറ്റപ്പെട്ട, അച്ഛനും നഷ്ടപ്പെട്ടു, അമ്മ അപ്പുനെ കെയർ ചെയ്യുന്നു. അപ്പൊ അവന് ആ ഒരു ആരും ഇല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അതിനകത്തു നിന്നൊക്കെ കുറെ പ്രയാസപ്പെട്ടു പുറത്ത് കൊണ്ടുവരാൻ. അവന്റെ ടീച്ചറിനെ വേണമെങ്കിൽ നമുക്ക് വിളിക്കായിരുന്നു ഫോണില്. ഫോണില് വിളിക്കാൻ, തീർച്ചയായിട്ടും വിളിക്കാം. അവന്റെ ടീച്ചറിന്റെ എക്സ്പീരിയൻസ്. ടീച്ചർ എന്നും വിളിച്ചിട്ട് എവറി ഡേ വിളിക്കും. നിഖിലിനെ അവൻ കടുക്കനൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു ചെവിയില്. അപ്പം ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാനായിട്ട് കൊച്ചിലെ. അപ്പോൾ ടീച്ചറിന് എപ്പോഴും ആ മനസ്സിൽ ആ കുട്ടീനെയാ ഇപ്പൊ ഇത്രയും വലുതായി കണ്ടില്ല. ബാംഗ്ലൂരിലാ. അപ്പൊ ടീച്ചർ എല്ലാം അറിഞ്ഞു. അപ്പൊ പുള്ളിക്കാരി പറയാം, എനിക്ക് നിഖിലാ എന്റെ മനസ്സിൽ എപ്പോഴും. അപ്പം എന്നോട് പറഞ്ഞു, എന്നും വിളിക്കും മാം. അവിടുന്ന് ബിരിയാണി, അവനൊരു ബക്കറ്റ് ബിരിയാണിയൊക്കെ സൊമാറ്റോയിൽ ഓർഡർ ചെയ്തു. പിന്നെ ഒരു മെന്റൽ സപ്പോർട്ടാ പുള്ളിക്കാരി. അപ്പൊ പുള്ളിക്കാരി നിഖിലിനെ, ഒരു 18 വയസ്സുള്ള നിഖിലിനല്ല പിക്ചറൈസ് ചെയ്യുന്നത്, ആ സ്കൂളിൽ പഠിച്ച ആ ഒരു കുഞ്ഞു നിഖിൽ. അതാ മനസ്സിൽ. ഞാൻ പറഞ്ഞു, മാമിനെ ഞാൻ ഒരിക്കലും വിളിക്കും, ഒരു ചാനൽ വരുമ്പോ മാം പറയണം. മാമിന്റെ ആ ഓർമ്മയിലുള്ള തീർച്ചയായിട്ടും നമുക്ക് വിളിക്കണം. ഈ ഇന്റർവ്യൂ തീർന്നതിന് മുമ്പ് നമുക്ക് ടീച്ചറെ വിളിക്കണം. ഇതുവരെ ടീച്ചറെ വിളിച്ചിട്ടില്ല നമ്മള്. അത് നമുക്ക് തന്നെ വിളിക്കണം. ഈ അച്ഛന്റെ മരണമാണല്ലോ നമ്മളെ ഈ നിലയിലേക്ക് എത്തിച്ചത്. ഈ നിലയിലേക്ക് അല്ലെ, അമ്മ ഒരു രോഗിയാവുന്നു, നിഖിൽ എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ കാര്യസ്ഥനായി മാറുന്നു ഈ പ്രായത്തിൽ. എന്തുകൊണ്ടാണ് അച്ഛന്റെ കുടുംബക്കാർ ഇങ്ങനെ നമ്മളോട് ക്രൂരത കാണിച്ചതെന്ന് എന്തെങ്കിലും അമ്മ ചിന്തിച്ചിട്ടുണ്ടോ? അത് ഒരു മതത്തിന്റെ പേരിൽ, അല്ലാതെ വേറെ ഒന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അവര് നല്ല ആൾക്കാരാ. അച്ഛനും അമ്മയൊക്കെ വളരെ, എല്ലാരും സ്നേഹമല്ലേ, അവരൊക്കെ നല്ല ആൾക്കാരാ. പക്ഷെ അവര് ചിന്തിക്കേണ്ടേ അവരുടെ മകന്റെ കുട്ടികളാണെന്നുള്ളത്. എനിക്ക് ഒന്നിനോടും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എവറിത്തിങ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. കാരണം ഞാൻ എല്ലാം എൻ്റെ അപ്പൻ എന്നെ നിറഞ്ഞ മനസ്സോടുകൂടി വളർത്തിയ, പൈസ കണ്ട് വളർന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് ഇതിലോട്ടൊന്നുമില്ല. പക്ഷെ ഈ 2 കുട്ടികൾ ജനിച്ച് വീഴുന്ന അവരുടെ തെറ്റല്ലല്ലോ ഈ ലോകത്ത് വരുന്നത്. അപ്പൊ അവർക്ക് കിട്ടാനുള്ളതൊന്നും കിട്ടിയില്ല. എന്നിട്ട് ഞാൻ ഒരു ദിവസം ഈ മോനെ ഞാൻ അവിടെ കൊണ്ടാക്കി. ഇവന് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാന്ന് തോന്നുന്നു, അല്ലേ മോനെ? ഒരു നിവർത്തിയില്ല, വളർത്താനൊന്നും നിവർത്തിയില്ലാത്ത സമയത്ത് അമ്മ ഗതികേട് കൊണ്ട് എന്നെ കൊണ്ട് അവരുടെ വീട്ടിൽ കൊണ്ട് ജസ്റ്റ് ഡംപ് ചെയ്തിട്ട് പോയി. എന്നെ അങ്ങ് ഡംപ് ചെയ്തിട്ട് പോയി അവിടെ. അപ്പൊ അവിടെ അവർക്ക് ഏറ്റെടുക്കാൻ വയ്യ. അവര് പറയാ, ഇങ്ങനെ അവസാനം ഇങ്ങനെ ഒരു ഭാരം ആവും എന്നുള്ള ഒരു ഇതില് എന്നെ ഏറ്റെടുക്കാനുള്ള മനസ്സ് അവർക്കില്ല. അപ്പൊ ഫീസ് അടയ്ക്കാൻ പോലും പൈസയില്ല. അങ്ങനെ അത്രയും നിവർത്തിയില്ലാതിരുന്ന സമയത്താണ് അമ്മ ആ ഒരു കടുങ്കൈ ചെയ്യേണ്ടി വന്നത്. അങ്ങനെ എന്നെ കൊണ്ട് അവിടെ ആക്കി അമ്മ പോയി. ഇവിടെ അവര് നോക്കത്തില്ല ഒരു വിധം. അവര് പറയാം അവർക്ക് പറ്റില്ല, അങ്ങനെ നോക്കാൻ മനസ്സില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒഴിവാക്കി വിട്ടു. എത്ര ദിവസം നിന്നു? ഞാൻ നിന്നില്ല. അന്ന് തന്നെ എന്നെ അവിടെ നിർത്തിയിട്ട് അമ്മ താല്പര്യമില്ല എന്ന് പറഞ്ഞു, വിളിച്ചോണ്ട് പൊയ്ക്കോണോന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ രാത്രി എന്തോ വന്നിട്ട് എന്നെ അവിടെ നിന്ന് അപ്പൊ തന്നെ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ ഞാൻ ആ വീട്ടിൽ ഞങ്ങള് പോയിട്ടില്ല. പിന്നെ ഇന്നേ വരെ അന്ന് തൊട്ട് ഈ നിമിഷം വരെ ഞങ്ങളെ വിളിച്ചിട്ടുമില്ല, ഒരു ബന്ധവുമില്ല, ഒരു വിവരവുമില്ല. എത്ര പേരാണ് അവര്? ഒരു മോനാണ് ഈ നിഖിലിന്റെ ഫാദർ വിനോദ്. ഒരു സിസ്റ്ററുണ്ട്. അവര് ബാംഗ്ലൂർ സെറ്റിൽഡാ. അപ്പം എനിക്ക് ഇത്രയേ ഉള്ളൂ, ഇവനെ ഒന്ന് പഠിപ്പിക്കണമായിരുന്നു. അത് സ്വത്തൊന്നും തന്നില്ല, പഠിപ്പിക്കണമായിരുന്നു. പക്ഷെ അതിന് പോലും തയ്യാറായില്ല. ഞങ്ങൾക്ക് സ്വത്തല്ല ആവശ്യം, ഞങ്ങളുടെ ഒരു ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇപ്പോഴും ഇവരുടെ സ്വത്തും മോഹിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കും. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഞങ്ങൾക്ക് കിട്ടാനുള്ളത് ഞങ്ങൾക്ക് കിട്ടണം, ഞങ്ങളുടെ അവകാശമാണല്ലോ. ഞങ്ങൾക്കത്, ഞങ്ങൾ ഇങ്ങനെ അനാഥയായിട്ടിരിക്കേണ്ട കാര്യമില്ല. എൻ്റെ അപ്പൂപ്പനും അമ്മയും തന്നെയാണല്ലോ, ഞാൻ അവരുടെ ചോരയിൽ തന്നെ ഉള്ളതാണല്ലോ. അപ്പം അവരെന്തിന് ഞങ്ങളോട് ഈ ദ്രോഹം ചെയ്യും? ഞങ്ങളെന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു അവഗണന കാണിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും പേഴ്സണലി മനസ്സിലാവുന്നില്ല. അതെന്താണ് അവരുടെ എക്സ്പ്ലനേഷൻ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇനി
അവരുടെ മകനെ പോലെ ഇനി ഞാനും ഒരു ഭാരമാവുമോ എന്നുള്ളൊരു എന്താ പറയാ പേടിയായിരിക്കാം, അങ്ങനെ വല്ലതും ആയിരിക്കാം. എന്താണെന്നറിയില്ല. അവരിപ്പോഴും അവർക്ക് മനസ്സ് വരുന്നില്ല, ഒന്നിനും മനസ്സ് വരുന്നില്ല. നമ്മളൊന്ന് പൈസ അല്ലല്ലോ ഫാക്ടർ, പൈസയും സ്വത്തും ഒന്നും അല്ലല്ലോ ഫാക്ടർ. കാണാൻ വരിക, അല്ലെങ്കിൽ സുഖമാണോ എന്നൊരു വാക്ക് ചോദിക്കുക, ഈ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഈ ഒരു ഇതുപോലും അവർ കാണിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് അവർക്ക് മാത്രമേ അറിയൂ. ഈ നമ്മൾ മരിക്കുമ്പോ ഈ സ്വത്തൊന്നും കൊണ്ടുപോകുന്നില്ല. എന്താ മരിക്കുമ്പോ ഈ സ്വത്തൊന്നും ആരും കൊണ്ടുപോകുന്നില്ലോ. അതെ, ഒന്നും കൊണ്ടുപോകുന്നില്ല. നമ്മള് ജനിച്ചത് ഒന്നും ഇല്ലാതെ വരുന്നു. ജനിച്ചതുപോലെ എങ്ങനെ വന്നു അങ്ങനെ തന്നെ മരിക്കുമ്പോഴൊന്നും പോകുന്നത്. ഒന്നും കൊണ്ടുപോകും. അത് ചിന്തിക്കാൻ മനസ്സില്ലാത്തവരുടെയൊക്കെ മനസ്സ് ക്രൂര മനസ്സെന്നല്ല എന്ത് പറയാൻ പറ്റുന്നു അല്ലെ? പിന്നെ വാകീറിയ ദൈവം നമുക്ക് കഴിക്കാൻ തരും. എല്ലാം തരും ദൈവം. ആ വിശ്വാസം നമുക്ക്. അതെ അതെ, തീർച്ചയായിട്ടും. ആ ഒരു വിശ്വാസം ഞാൻ ഒരിക്കലും കൈവിട്ടിട്ടില്ല. പ്രാർത്ഥിച്ചിട്ടേയിരുന്നു, ദൈവം വിളി കേട്ടു. എത്ര വർഷം ഇനി ഞങ്ങൾക്ക് ഇവരുടെ ഒന്നും ആവശ്യമൊന്നും ഇല്ല. ഇനിയിപ്പോ ഇവരില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ ഇത്രയും ജീവിച്ചില്ലേ? ഇത്രയും നാളും നമ്മളിപ്പം ജനിക്കുമ്പോഴും ഒറ്റയ്ക്ക്, മരിക്കുമ്പോഴും ഒറ്റയ്ക്ക്. അതിന്റെ ഇടയിൽ എന്തുകൊണ്ട് ജീവിക്കുമ്പോ ഒറ്റയ്ക്ക് ആയിക്കൂടാ? സോ അതുകൊണ്ട് നമ്മള് ഒറ്റയ്ക്ക് ജീവിക്കുന്നു. ഈ മനക്കരട്ടി എങ്ങനെ വന്നു? അത് ഇറ്റ്സ് ഓൾ അബൌട്ട് എക്സ്പീരിയൻസ്. എല്ലാ എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ഇവരെ നോക്കി 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 എന്നെ മനസ്സ് ദൈവം പാകപ്പെടുത്തി തന്നു. അതാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പ് ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നതിന്റെ റീസൺ അതാണ്. ഈ അന്ന് തന്നെ മോനെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി അല്ലേ? പിന്നീട് ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതാരും ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറായിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് ഏറ്റെടുക്കാൻ വയ്യ. ലൈക്ക് ഞങ്ങളൊരു ഭാരമാ. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളൊരു ഭാരമാണെന്നാണ് അവരുടെ ഒരു. പലരും പറഞ്ഞു കേസ് കൊടുക്കണം. ഞാൻ അതിലൊന്നും ബിലീവ് ചെയ്യത്തില്ല. കേസ് കൊടുക്കാനെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഇല്ല. ആൺതുണ ആരാണുള്ളത്? അച്ഛനില്ല. ഞാനെന്ന് പറയുന്ന വെറും 9 വയസ്സ്. എനിക്ക് പോയി ചെന്ന് കേസ് കൊടുക്കാൻ പറ്റുമോ? അമ്മയ്ക്ക് വയ്യ, ഇവന് വയ്യ, എങ്ങനെ പോവും? എവിടെ എന്ത് സാഹചര്യമാണുള്ളത്? അതുകൊണ്ട് തന്നെ അങ്ങനെ കേസ് കൊടുക്കുന്ന പറയുന്നത് അമ്മയുടെ വീട്ടുകാരിൽ നിന്നുള്ള സഹായം. അമ്മ പറഞ്ഞല്ലോ, അമ്മ പൈസ കണ്ട് വളർന്നതാണ് അല്ലെ? അങ്ങനെ വളർന്നതാണ്. ഇവരൊന്നും സ്വത്ത് വേണം. അമ്മയുടെ വീട്ടിൽ നിന്നുള്ള ഒരു സഹായം എങ്ങനെയാണ്? ഇല്ല, ഒന്നുമില്ല. അതും ഈ വിവാഹബന്ധത്തോടുകൂടി ഇല്ലാതായതാണോ? അതെ, ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. നിങ്ങൾ എവിടെ വെച്ചാണ് കാണുന്നത്? ദുബായിൽ വെച്ചിട്ടാ വന്ന്. എന്റെ ആക്സിഡന്റ് കഴിഞ്ഞ് എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ്. അങ്ങനെ അറിഞ്ഞ് വന്ന്, ട്രാജഡി അറിഞ്ഞ് വന്നതാ. അങ്ങനെ കണ്ട്. അദ്ദേഹം നേരത്തെ വിവാഹം ചെയ്തതായിരുന്നു? അല്ല അല്ല അല്ല, ആദ്യത്തെ വിവാഹം. അതുകൊണ്ടാ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത. ബിക്കോസ് ഞാനൊരു വിഡോ ആയിരുന്നില്ലേ. ആ വിഡോ ഞാൻ വേറൊരാളുടെ 10 years ജീവിച്ചല്ലേ. അപ്പൊ ഞാനൊരു വിഡോനെ കല്യാണം കഴിക്കുന്ന ഒരു അച്ഛനും അമ്മയ്ക്കും അത് താല്പര്യപ്പെടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അവരെ കുറ്റപ്പെടുത്താത്ത ഒരു രീതിയിൽ. അങ്ങനെ രണ്ട് കുടുംബത്തിൽ നിന്നും സെപ്പറേറ്റഡ് ആയി. അമ്മയുടെ വീട്ടിൽ ആരൊക്കെയാണ്? എൻ്റെ അമ്മ, അച്ഛൻ, ബ്രദർ, എൽഡർ ബ്രദർ, യങ്ങർ സിസ്റ്റർ, യങ്ങർ ബ്രദർ. അവരെല്ലാം. എൻ്റെ പപ്പ ആയിരുന്നു എൻ്റെ എല്ലാം. എൻ്റെ അപ്പ ആയിരുന്നു എൻ്റെ എല്ലാം, എൻ്റെ ജീവൻ. എൻ്റെ അപ്പയും 2016 വിനു മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞപ്പം അപ്പയും മരിച്ചു. ഞങ്ങളുടെ കൂടെ ബിരിയാണി കഴിച്ചിട്ടിരുന്നു. അപ്പ കിടന്നതാ, പിന്നെ അപ്പ എണീറ്റിട്ടില്ല. അപ്പൊ എൻ്റെ എല്ലാം ആയിരുന്നു എൻ്റെ അപ്പ. അത് കഴിഞ്ഞിട്ട് 30 days കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്രദേഴ്സും സിസ്റ്ററും എൻ്റെ അമ്മേനെ ദുബായിൽ കൊണ്ടുപോയി. 30 days കഴിഞ്ഞിട്ട്. പിന്നെ എൻ്റെ മദർ അവരുടെ കൂടെ തന്നെയാണ്. എല്ലാവരും ദുബായിലാ, ആരും ഇവിടെ ഇല്ല. ഇപ്പോഴും അവിടെ തന്നെയാണ്? ഇപ്പോഴും അവിടെയാ എല്ലാവരും. ഈ അമ്മയ്ക്ക് ഒത്തിരി പിന്നെ വേറെ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ മറ്റു ബന്ധുക്കളൊക്കെ ഉണ്ട്. ഇവരാരും ഈ കാര്യത്തിലൊന്നും ഇടപെട്ടിട്ടില്ല അല്ലെ? അല്ല, ആരും ഇടപെടത്തില്ല. കാരണം ഇങ്ങനെ ഒരു മാരേജ് ചെയ്തത് കൊണ്ടാണ്, അല്ലാതെ വേറെ റീസൺ ഒന്നും ഇല്ല. വേറെ ഒരു റീസൺ. എല്ലാത്തിന്റെയും മെയിൻ എന്ന് പറയുന്ന മതമാണ് ഇവർക്ക് പ്രശ്നം. വേറെ ദൈവമായോണ്ടാണ് ഇവർക്ക് പ്രശ്നം. എന്റെ ഫാമിലി ആ ഫോട്ടോ ഞാൻ കണ്ടിരുന്നു. അതെ, ഞാൻ വളരെ ഇന്നും ഞാൻ അവരെ സ്നേഹിക്കുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവം സ്നേഹമല്ലേ, എല്ലാരെയും സ്നേഹിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നില്ല എന്ന് അന്വേഷിച്ചു. പക്ഷെ എനിക്ക് വിഷമം എന്താണെന്ന് അറിയാമോ? ഒരു കരുതലില്ലാതെ പോയി. അതായത് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, അപ്പൂനെയും ഈ പിള്ളേരെ ഒന്നും അന്വേഷിച്ചില്ലല്ലോ എന്നുള്ളതാണ്. അതിന്റെ ആയിട്ടുള്ള വിഷമമാണ് എനിക്ക്. 9 വയസ്സിൽ നിന്നും 18 വയസ്സിലേക്ക് എത്തി. അതെ അതെ, തീർച്ചയായിട്ടും.
വലിയൊരു യാത്രയായിരുന്നു അതെ ഇവിടം വരെ എത്താൻ. ആന്നു പട്ടിണി കിടന്നും അല്ലെ? അതെ വളരെ വളരെ പട്ടിണി കിടക്കേണ്ട വന്നിട്ടുണ്ടോ? ഏ? പട്ടിണി കിടക്കേണ്ടതായി വന്നിട്ടുണ്ടോ? ജീവിതത്തിൽ എല്ലാം പഠിച്ചു. എല്ലാം പഠിച്ചു. എല്ലാം ദൈവം വാരിക്കോരി ഒരു തന്നു. നോയമ്പ് എടുക്കുന്ന പോലെ ആയിരുന്നു. ഏ നോയമ്പ് എടുക്കുന്ന പോലെ ആയിരുന്നു. വ്രതം എടുക്കുന്ന പോലെ ആയിരുന്നു അല്ലെ? സാരമില്ല, ദൈവം കൂടെ ഉണ്ടല്ലോ, ദൈവം കൈവിട്ടില്ലല്ലോ. ദൈവം ഇന്ന് ലോകമെമ്പാടും എല്ലാവരും വിളിക്കുമ്പോഴും അവരുടെ സ്നേഹത്തിന്റെ മുന്നിൽ ഞങ്ങൾ 3 പേരും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇത്ര സ്നേഹമുള്ള മനുഷ്യരുണ്ടല്ലോ. ഇന്ന് ഞങ്ങൾ വളരെ ഹാപ്പി ആയിപ്പോഴും. അല്ല, ഇതെല്ലാം കണ്ട് ആ സമയത്തൊക്കെ ഈ ബുദ്ധിമുട്ടുകളെ കണ്ട് വളർന്ന നിഖില്, ഇപ്പൊ അമ്മ പറഞ്ഞല്ലോ പട്ടിണി കിടക്കേണ്ട വന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അവിടെയൊക്കെ നിഖിലിനെ ഒന്ന് ഉറക്കാൻ എന്ത് പാടുപെട്ടിട്ടുണ്ടാവും അമ്മ അല്ലെ? അതെ അതെ, ഞാന് ഓർക്കായിരുന്നു, ഞങ്ങൾ ആരുമല്ല ഗവർണറിന്റെ മുന്നിൽ പോയി നിൽക്കാൻ. തീർച്ചയായിട്ടും. അപ്പൊ ഇതൊരു അനുഗ്രഹമല്ലേ. പിന്നെ എൻ്റെ മോന് എല്ലാ സിറ്റുവേഷനിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു. ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല എന്നോട്. ഞാൻ എപ്പോഴും അവനോട് തന്നെ പറയും, ഒരു ശല്യം ചെയ്യാത്ത മോനെന്ന് പറയും. പരീക്ഷണങ്ങളിലെല്ലാം ദൈവം വിശ്വസ്തനാ. എല്ലാം കടന്നുകൂടി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വൈറൽ വീഡിയോ ആയത് ദൈവം കണ്ടു. നിഖിലെ ഗവർണറെ കണ്ട കാര്യം കാര്യം അമ്മേനെ അവിടെ കൂടെ അമ്മയുടെ കൈ പിടിച്ചിരുത്തിയത് ഗവർണറാണ്. പുള്ളിക്കാന്റെ ആവശ്യമില്ലല്ലോ. കാണണമെന്ന് ആവശ്യപ്പെടുവാണ് ചെയ്ത്. ഇങ്ങോട്ട് ഡയറക്റ്റ് ഇൻവൈറ്റ് ആയിരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് രാജ്ഭവനിലോട്ട് വരാൻ പറഞ്ഞു. PA വിളിച്ചാണ് പറഞ്ഞത് ഇങ്ങനെ വരണം, ഗവർണറിന് കാണണം, നേരിട്ട് കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 15 മിനിറ്റത്തേക്കാണ് അവർ അപ്പോയിന്റ്മെന്റ് വിളിച്ചത്. പക്ഷെ അത് നീണ്ടത് 3/4 മണിക്കൂർ. അവിടെ വേറെ ആൾക്കാർ നിൽക്കുക പുറത്ത്, അവരോട് പുള്ളി നിൽക്കാൻ പറഞ്ഞു. ഞങ്ങളെ കണ്ടിട്ട് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ 3/4 മണിക്കൂർ ഞങ്ങളോട് സംസാരിച്ചാണ് സന്തോഷത്തോടെ പുള്ളി സമ്മാനങ്ങളൊക്കെ തന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്താണ് പറഞ്ഞത് അമ്മയോടല്ല? എപ്പം രാജ്ഭവനില് എപ്പം വേണേലും ചെല്ലാൻ പറഞ്ഞു. ഏത് ആവശ്യത്തിന് എന്തിനും വേണ്ട. നമുക്ക് ആ വാക്കുകൾ തന്നെ, നമുക്ക് എന്തും ചെയ്തു തരാന്ന് പറയുമ്പോഴേ നമ്മൾ എന്താ ചോദിക്കുക? ഒന്നും ചോദിക്കാൻ തോന്നത്തില്ല അല്ലെ? ഒന്നും ചോദിക്കാതെ സന്തോഷത്തോടെ ഞങ്ങൾ മടങ്ങി. രാഷ്ട്രീയക്കാരെങ്കിലും ഒക്കെ വിളിച്ചോ? രാഷ്ട്രീയക്കാര് വിളിച്ചില്ല. സുരേഷ് ഗോപി സാർ വിളിച്ചിരുന്നു. സുരേഷ് ഗോപി ചേട്ടനെ നമ്മള് രാഷ്ട്രീയത്തിനപ്പുറം ഒരു നടൻ എന്ന നിലയും നല്ല മനുഷ്യത്വമുള്ള ഒരു ഹൃദയമുള്ള ഒരാളെന്ന രീതിക്ക് കണ്ടാൽ മതി. രാഷ്ട്രീയം മാറ്റി നിർത്താം അദ്ദേഹത്തിന്റെ എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാകാരനാണ്. എനിക്കും ഇഷ്ടപ്പെട്ട, എന്റെ ഫേവറേറ്റ് ആണ്. സുരേഷ് ഗോപി സാറ് വിളിച്ചായിരുന്നു. അപ്പം പുള്ളി മോനോടാ സംസാരിച്ചത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരാളെ വീട്ടിൽ ഇങ്ങനെ നിഖിൽ ഒരാളെ വീട്ടിൽ ഇങ്ങനെ വെക്കണം നോക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പഠിത്തവും നടക്കില്ല, ശമ്പളം സുരേഷ് ഗോപി സാറ് തന്നെ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആളെ നിർത്തിയോ? ഒരാള് വന്നു. അതൊരു വലിയ സസ്പെൻസാ. അതെങ്ങനെയാണ് വന്നത്? അത് ഒരു കഥയാണ്.